ഈ കിച്ചണിൻ്റെ എൻട്രിക്ക് ഇപ്പുറത്തായിട്ട് ശരിക്കും ഒരു ഏകദേശം 1 മീറ്റർ സൈസിലുള്ള സ്റ്റെപ്പ്, അത്യാവശ്യം ലെങ്ത് 1 മീറ്റർ ആകുമ്പോൾ 90ക്ക് മുകളിലാണ്, 3.25 അടിയോളം വരുന്ന ഒരു സ്റ്റെയർ ആണ് നമുക്ക് വരുന്നത്. ഈ സ്റ്റെയറിൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഈ വർക്ക് നമുക്ക് ശ്രദ്ധിക്കാം, വലിയ ബഡ്ജറ്റ് അല്ലാതെ പ്യൂർ സ്റ്റീലിൽ കാണുന്നതിലും വിട്ട് നമ്മുടെ സ്ട്രക്ചർ സ്റ്റീലിൽ വരുന്നതിൽ ശരിക്കും ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് ഡിസൈൻ വർക്ക് ചെയ്ത് ടീക്കിൻ്റെ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിലാണ്. സാധാരണ നമ്മൾ കാണുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ താഴ്ഭാഗം നമ്മൾ കവർ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത്ര ഭംഗിയാണ്. ഇനി സ്റ്റയറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും സ്റ്റയർ വളരെ രസകരമായിട്ടാണ്. കാരണം കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റയറിൻ്റെ ടോപ്പ് പോർഷൻ ചെയ്തതിൽ 15 mm ഉള്ള വുഡൻ ടൈലാണ്. നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, കാരണം യൂണിറ്റിയിൽ അന്ന് വളരെയധികം സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഒരു സോഫ്റ്റ് സർഫേസിലുള്ള, അതായത് ഫീൽ ഫിനിഷിലുള്ള 15 mm തിക്നെസ്സിൽ ഇത് ബിവൽ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഷാംഫർ ചെയ്തിട്ടുള്ളതാണ്. കളർ ബോഡി ആയിട്ടുള്ള ടൈലാണ്, ശരിക്കും വുഡൻ പാറ്റേണിലുള്ള ടൈലാണ്, ലൈറ്റ് വുഡിലുള്ള പാറ്റേണാണ് അതിൻ്റെ ടോപ്പ് വിരിച്ചിട്ടുള്ളത്. പിന്നെ റേസർ എന്ന് പറയാമല്ലോ, നമ്മളെല്ലാവരും അറിയാം, സെപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഫ്ലോർ ചെയ്യുന്നതിന് മാച്ചിങ് ആയിട്ട് വരാവുന്ന രീതിയിൽ ലൈം സ്റ്റോണിൻ്റെ സെയിം പീസസ് ആണ് അതിൻ്റെ റേസറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്.